സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് സങ്കീർത്തനം 75 വാക്യം 7 വായിക്കുന്നു. സങ്കീർത്തനം 75 വാക്യം 7. ദൈവം ന്യായാധിപതിയാവുന്നു. അവിടുന്ന് ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 75 സങ്കീർത്തനം 7 വാക്യത്തിൽ ഉയർച്ചയും താഴ്ചയും സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം മറ്റുള്ളവരെ നോക്കി, അഥവാ നമ്മേക്കാൾ ഉയർന്ന സ്ഥിതിയിലായിരിക്കുന്നവരെ നോക്കി, മറ്റു പല നമുക്കുള്ള നന്മകളില്ലാത്തവരെ നോക്കി അവരെക്കാൾ ഞാൻ താഴ്ന്ന നിലയിലാണ് എന്ന് ചിന്തിക്കാറുണ്ട്. മറ്റുള്ളവരുടെ ഉയർച്ച ചിലരെയെങ്കിലും അസ്വസ്ഥപ്പെടുത്താറുണ്ട്. മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ നാം അപ്രകാരം അസ്വസ്ഥരാകുമ്പോൾ ഓർക്കുക, ഏതൊരു മനുഷ്യനും ഉയരുന്നതോ താഴുന്നതോ അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ നന്മകൾക്കനുസൃതമാണ്. അഥവാ ഏതൊരു മനുഷ്യനെയും ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്നത് ദൈവപ്രവൃത്തിയാണ്. ഈ സത്യം വളരെ വ്യക്തമായി ആസാഫ് എന്ന സങ്കീർത്തന രചയിതാവ് 75 സങ്കീർത്തനം 5 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ നാം ഇങ്ങനെ കാണുന്നു: നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുത്, ശാഠ്യത്തോടെ സംസാരിക്കുകയും അരുത്. കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത്. പിന്നെ എവിടെ നിന്നാണ് ഈ ഉയർച്ച വരുന്നത്? നാം വായിച്ചു കേട്ട വചനത്തിൽ പറയുന്നു, ദൈവം ഒരുത്തനെ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു എന്ന്. ഉയർച്ചയുടെയും താഴ്ചയുടെയും രഹസ്യം ദൈവകരമാണ്. ദൈവം ഒരു മനുഷ്യനെ ഉയർത്തുമ്പോൾ അവൻ ഉയർത്തപ്പെടുന്നു. ദൈവം ഒരു മനുഷ്യനെ താഴ്ത്തുമ്പോൾ ആ മനുഷ്യൻ താഴ്ത്തപ്പെടുന്നു. ഈ സത്യം ഗ്രഹിക്കാതെ സ്വയമായി സ്വന്തം ശക്തി കൊണ്ട്, സ്വന്തം ബുദ്ധി കൊണ്ട്, സ്വന്തം ജ്ഞാനം കൊണ്ട്, സ്വന്തം കഴിവുകൾ കൊണ്ട് ആത്മീയമായും ഭൗതികമായും ഉയരുവാൻ പരിശ്രമിച്ച് പരാജയപ്പെട്ട വലിയൊരു സമൂഹത്തെ നമുക്ക് ചുറ്റും കാണുവാനായിട്ട് സാധിക്കും. നാം ഉയർത്തപ്പെടുന്നത് നമ്മുടെ കഴിവുകൾ കൊണ്ടല്ല, പ്രത്യുത ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഉയർച്ചയ്ക്ക് അഥവാ അഭിവൃദ്ധിക്ക്, വളർച്ചയ്ക്ക് ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുക എന്നുള്ളതാണ്. തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തുന്നു എന്ന് വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇത് ഒരുപക്ഷെ ലോകത്തിൻ്റെ നിയമങ്ങൾക്ക് എതിരെയാകാം. പലപ്പോഴും ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ചില സാഹസങ്ങൾ, ചില കഴിവുകൾ, ചില ജ്ഞാന വർധനവ്, അതുപോലെ ചില പ്രത്യേക താലന്തുകൾ ഉള്ളവരെയാണ് ഉയർച്ചയുടെ തലത്തിൽ കാണുന്നത്.
എന്നാൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത്, നാം നമ്മെ തന്നെ സമ്പൂർണ്ണമായി ദൈവകരങ്ങളിൽ താഴ്ത്തിയാൽ ദൈവം തക്ക സമയത്ത് നമ്മെ ഉയർത്തുവാനിടയാവും. ലേഖനത്തിൽ യാക്കോബും അതുതന്നെയാണ് പറയുന്നത്. ദൈവസന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവിടുന്ന് നിങ്ങളെ ഉയർത്തുമെന്ന്. ആമേൻ, ആമേൻ.